ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എത്രയാണോ നമ്മൾ മൈദ എടുത്തത് ആ ഒരളവിൽ തന്നെ നമ്മൾ വെള്ളവും ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി കൊടുക്കട്ടോ. ഇപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കനിലേക്കാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിയും പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ഉള്ളി ഇട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളൊന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കട്ടോ. ഒരു സിമ്മിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമ്മുടെ നല്ലോണം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ദോശപ്പാനിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കണം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അതാ ഒരു ഭാഗം ഇവിടെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വരും. അപ്പോൾ നമ്മൾ ഇനി ഇതെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഓക്കെ, ബൈ.